സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ വർഗീയ പരാമർശമാണ് ഇന്നലെയും ഇന്നുമായി രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ എ വിജയരാഘവന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM നേതാക്കൾ. എ വിജയരാഘവൻ വായിൽ തോന്നിയത് പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞത് പാർട്ടി നിലപാടാണ് എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം മറ്റ് സംസ്ഥാന നേതാക്കളും. വയനാട്ടിലെ ജില്ലാ സമ്മേളനത്തിനിടെയാണ് എ വിജയരാഘവന്റെ വർഗീയ പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയം അത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നടത്തിയ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലുമൊക്കെ അണിനിരുന്നത് ന്യൂനപക്ഷ വർഗീയതയിൽ ഏറ്റവും മോശപ്പെട്ട തീവ്രവാദ ഘടകങ്ങളായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇതാണ് വലിയ വിമർശനത്തിന് കാരണമായത്. കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ എ വിജയരാഘവനെതിരെ രംഗത്തെത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കുകയാണ്. അതോടൊപ്പം മറ്റ് നേതാക്കളും പാർട്ടി തന്നെ എ വിജയരാഘവന് പിന്തുണയുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നാസിർക്ക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് നഷ്ടമായ ഭൂരിപക്ഷ വോട്ട് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ രീതിയിൽ തുടർന്നു വരുന്ന പ്രതികരണങ്ങൾ? ഇത് കേരളത്തിലെ CPIMൻ്റെ ഒരു പരിവർത്തന ഘട്ടമാണ് എന്നും പറയാം. CPIM ആയിരുന്നു നേരത്തെ ആ പാർട്ടി, ഇപ്പോൾ അത് CPIH ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഹിന്ദു ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി. അത് കേരളത്തിലാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം. അതിലത്തെ ഒരു ഘട്ടം മാത്രമാണ് ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായുള്ള സംഭവങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം നടന്നത് നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല സത്യത്തിൽ സംഭവിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിക്കാനാണ് CPM ശ്രമിച്ചത്. അതിനുശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMന് പാളി എന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തോന്നി. കാരണം LDFൽ ഉള്ള CPMൻ്റെ സീറ്റെടുത്ത് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തു. CPIയുടെ സീറ്റിൽ സുനീർ എന്നയാളെ സ്ഥാനാർത്ഥിയാക്കി. ഇതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പുറത്തു വന്നു. അദ്ദേഹം കേരള കൗമുദി പത്രത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ലേഖന പരമ്പര എഴുതി. ഈ ലേഖന പരമ്പരയിൽ അദ്ദേഹം പറഞ്ഞത് CPIM ന്യൂനപക്ഷങ്ങൾ പ്രീണനം മാത്രം നടത്തുന്നു, അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിൽ LDF ന്യൂനപക്ഷ പ്രീണനം മാത്രമായിട്ട് നടത്തുന്നു, അവർക്ക് മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ വേണ്ടേ എന്ന് ചോദിച്ചു. ഈ സമയത്താണ് CPM പിന്നീട് തിരിച്ചടിയാൻ ഒരു തിരിച്ചുപോക്കിന് തീരുമാനിക്കുന്നത്. ഭൂരിപക്ഷ വോട്ട്, കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ SNDP ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ബേസ് വോട്ടാണ്. CPMൻ്റെ ബേസ് വോട്ട് എന്ന് പറയുന്ന ഈഴവ വോട്ടുകൾ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന പേടിയിൽ നിന്നാണ് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം. മുസ്ലിം വോട്ടുകൾ എങ്ങനെയും മാനേജ് ചെയ്യാം. അതാണ് ഇന്നിപ്പം ഈ വിജയരാഘവൻ്റെ പ്രസംഗത്തിനെ ന്യായീകരിച്ചുകൊണ്ടുമൊക്കെ MV ഗോവിന്ദ മാഷ് ആവർത്തിച്ച് പറയുന്നത് മുസ്ലിം വോട്ട്, അതിലൊക്കെ അതിൻ്റെ സൂചന മുസ്ലിം വോട്ടുകൾ എങ്ങനെയും ഇതാക്കി ചെയ്യും. പക്ഷേ മറ്റു വോട്ടുകൾ അങ്ങനെയല്ല. അപ്പം ഈ കേരളത്തിലെ CPM കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എനിക്ക് മനസ്സിലായത് ഇപ്പം മാത്രമൊന്നുമല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പരിപാടി, ഈ ആവശ്യം വരുമ്പോൾ ആവശ്യമുള്ള വോട്ടുകളെ അത് ബാക്കിയുള്ളവർക്ക് വർഗീയ വോട്ടുകൾ എന്ന് തോന്നുമെങ്കിലും അവർക്കതങ്ങനെ തോന്നിയിട്ടില്ല. അവർക്ക് മുസ്ലിം വോട്ടുകൾ ആവശ്യമുള്ള സമയത്ത് മുസ്ലിം വോട്ടിനെ ഏകീകരിക്കാം. അതിന് ആരെയും കൂട്ടുപിടിക്കും, ആരെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടുവരും. ഇപ്പം EMS നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ സദ്ദാം ഹുസൈനെ വരെ പോസ്റ്ററാക്കി ഒട്ടിച്ചിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഘട്ടത്തിൽ CPIM പാർട്ടി കോൺഗ്രസിൻ്റെ ചിത്രങ്ങളിൽ EMS നമ്പൂതിരിപ്പാടൊക്കെ ഈ തേര് തെളിക്കുന്ന കൃഷ്ണനായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് സമയത്തും പ്രത്യക്ഷപ്പെടാം. ഇത് പല ഘട്ടത്തിൽ ഈ സംഗതി വന്നിട്ടുണ്ട്. ഇപ്പം 1984 തിരുവനന്തപുരം മണ്ഡലത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് VHP പ്രത്യക്ഷപ്പെട്ടു. VHP അല്ല, ഹിന്ദു മുന്നണി. അന്ന് ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞ പേരിൽ ഹിന്ദു മുന്നണി പ്രത്യക്ഷപ്പെടുകയും ഹിന്ദു ഉണർന്നാൽ ദേശമുണർന്നു, ഹിന്ദു വോട്ട് ഹിന്ദുവിന് എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യത്തോടു കൂടി കേരളവർമ്മ എന്ന് പറഞ്ഞ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു കേരളവർമ്മയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തിട്ട് ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണത്തിന് വേണ്ടി ഒരു ശ്രമം നടന്നു 84 നിലയ്ക്കൽ സമരത്തിൻ്റെ തൊട്ട് പിന്നാലെ.
ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വിജയിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ട് ഈ ഹിന്ദു വോട്ട്, അത് BJP എന്നോ ജനസംഘം എന്നോ പറഞ്ഞിട്ടല്ല എന്ന് ഓർക്കണം. ഹിന്ദു വോട്ട് ഹിന്ദുവിന് എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ പേര് മാത്രം പറഞ്ഞിട്ട് 1 ലക്ഷത്തിലധികം വോട്ട് പിടിച്ച എല്ലാ മുന്നണികളും ഇവർ ഞെട്ടിച്ചു 84-ൽ. അതിൻ്റെ ഈ സംഗതി CPM-ന് അപ്പം തന്നെ മനസ്സിലായി. ഹിന്ദു വോട്ട് ഹിന്ദുവിന് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന്. എന്നാൽ ഹിന്ദു വോട്ട് നമുക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു പിടിക്കാനുള്ള തിരിച്ചുപടിയാണ് EMS നമ്പൂതിരിപ്പാട്. പിന്നെ അതിനുശേഷം അദ്ദേഹം നടത്തിയത് മുഴുവൻ പിന്നെ സമ്പൂർണ്ണ വർഗീയ വിരുദ്ധ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതിന് സമ്പൂർണ്ണ വർഗീയ വിരുദ്ധ മുന്നണി അന്ന് പറയണമെങ്കിൽ 1974 മുതൽ 84 വരെ അവരുടെ കൂടെ നിന്ന ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ പുറത്താക്കേണ്ടിയിരുന്നു. അതിന് വേണ്ടിയിട്ട് അന്ന് EMS നമ്പൂതിരിപ്പാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്പൂർണ്ണ പിന്നെ വർഗീയ വിരുദ്ധ മുന്നണിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ 85 മുതൽ പിന്നെ ശരീഅത്ത് വിവാദം അദ്ദേഹം പൊക്കിക്കൊണ്ടുവന്നു. ശരീഅത്ത് കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു, ശരീഅത്ത് മാറ്റി എഴുതേണ്ടതാണെന്ന് പറഞ്ഞു. അതൊന്നുമല്ല, കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പൊതുയോഗത്തിൻ്റെ വേദിയിലിരിക്കുകയായിരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി എന്ന ബാവ ഹാജിയെ നോക്കിക്കൊണ്ട് EMS പറഞ്ഞു, അങ്ങനെ 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ഉള്ള നിയമം നടപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ലീഗിനെ മുന്നണിയിൽ കൂട്ടിയത്. കാലഹരണപ്പെട്ട നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കാനൊന്നും CPM-ന് പറ്റില്ല. ഇതാണ് CPM വന്നാൽ അവിടെ പറ്റില്ലെങ്കിൽ ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്. ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലയിച്ചിട്ട് അവർ അങ്ങോട്ട് പോകുന്നത്. കേരളത്തിലെ ആ വർഗീയതാ വിരുദ്ധ വികാരം എന്താണ് പരിപൂർണ വർഗീയ വിരുദ്ധ മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ശരീഅത്ത് വിരുദ്ധ പ്രക്ഷോഭമായിട്ടാണ് അത് മാറിയത്. അത് 87-ൽ ആ സംഭവം കണ്ടതാണ്. അതിൻ്റെ ഒരു പുനരാവർത്തനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പം പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടി വിലയിരുത്തലുകളുടെ ഒക്കെ ഭാഗമായിട്ട് CPM തന്നെ പറഞ്ഞതാണല്ലോ, അവർ രേഖയിൽ തന്നെ പറഞ്ഞതാണ് പിന്നെ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ ആരോപണത്തിന് പിന്നെ വഴിവെച്ചു എന്നുള്ളത്. അവിടുന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മുസ്ലിം വോട്ട് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാമെന്നുള്ള ഒരു ഇതുണ്ട്. ആ സമയത്ത് ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞ സാധനം അത് ഹിന്ദു വോട്ടിന് മുസ്ലിം വോട്ടിന് പിന്നെ വേറെ ഇതില്ല, എന്താ പറയുക, മുസ്ലിം വോട്ടിന് UDF അല്ലാതെ വേറെ ഒരു പിന്നെ അവകാശികളില്ല. ഒന്നും മൂടി UDF-ലേക്ക് അല്ലെങ്കിൽ LDF-ലേക്ക് എന്നാണ്. ഹിന്ദു വോട്ടിന് അങ്ങനെയല്ല. UDF-ലേക്കും മാത്രമല്ല BJP-ലേക്കുണ്ട്. BJP ആണെങ്കിൽ അതിൻ്റെ പിന്നെ യഥാർത്ഥ അവകാശികൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഇത് എങ്ങനെയെങ്കിലും മാന്തി എടുക്കണം ഇങ്ങോട്ടെന്നുള്ള പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ട് പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ള പ്രസംഗം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സുൽത്താൻ ബത്തേരി പ്രസംഗത്തിൽ ഈ വിജയരാഘവന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വർഗീയത പറയുമ്പം അതിനൊരു പ്രശ്നമുണ്ട്. വർഗീയത പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറയണം. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ, മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത തരത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വേണം വർഗീയത പറയാൻ. അവിടെ മാത്രമാണ് വിജയരാഘവന് സംഭവിച്ചത്. പിന്നെ വിജയരാഘവൻ്റെ പ്രസംഗം എൻ്റെ സംസാരം ഏതാണ്ട് ഒരുപോലെ തന്നെ പറയാൻ ഉദ്ദേശിച്ചായിരിക്കില്ല പുറത്തേക്ക് വരിക. അവിടെ അത് മാത്രമാണ് വിജയരാഘവന് സംഭവിച്ചത്. ഇപ്പം UDF ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നിയന്ത്രണത്തിലാണ്. അതിൻ്റെ പിന്നിലാണ് മുസ്ലിം ലീഗ് പോലും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പം അങ്ങനെയല്ല. പറഞ്ഞു വന്നപ്പം മൊത്തം മുസ്ലിങ്ങൾ അവിടെ വോട്ട് ചെയ്ത 4.5 ലക്ഷം ആൾക്കാരും പിന്നെ തീവ്രവാദികളും വർഗീയവാദികളും ആയിപ്പോയി. പിന്നെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് അതിനെ ന്യായീകരിക്കാൻ ആ പാർട്ടി ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിയും അതിൻ്റെ പിന്നെ സംസാരിക്കാൻ പറ്റുന്ന മുഴുവൻ ആൾക്കാരും ഇപ്പം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ പറയാൻ തീരുമാനിച്ചു തന്നെയാണ് പറയുന്നത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും PDP-യും SDP-യും പോലത്തെ പാർട്ടികൾ തന്നെയാണ്. അല്ല, PDP അല്ല, PDP-യും മുസ്ലിം ലീഗും വർഗീയമാണെന്ന് പറയുന്നില്ല. എന്ന് പിന്നെ MV ഗോവിന്ദ മാഷൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് മുസ്ലിം ലീഗ് വർഗീയമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിലും വർഗീയത അല്ലാത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് വളരെ കൃത്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഹിന്ദു വോട്ട് പരമാവധി CPM-ൻ്റെ ഭാഗത്തേക്ക് കിട്ടണം. പിന്നെ മുസ്ലിം വോട്ടാണുള്ളത്. മുസ്ലിം വോട്ടിൽ ഈ മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാം. അത് ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിടിയിലാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പമുണ്ടാക്കും. 2 സുന്നി പ്രസ്ഥാനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാം. വേണമെങ്കിൽ ഒരു സുന്നി പ്രസ്ഥാനത്തിനും കൂടെ പിളർത്താം. ഒരു സുന്നി പിളർന്നിട്ടാണ് ഇപ്പോൾ 2 സുന്നിയായിട്ട് നിൽക്കുന്നത്. അതിലൊരു സുന്നിയെ വേണമെങ്കിൽ വീണ്ടും പിളർത്താം. അങ്ങനെ എല്ലാം കൂടെ ഏതെങ്കിലും തരത്തിലൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് മുസ്ലിം വോട്ടുകൾ ചിഹ്ന ഭിന്നമാക്കിയിട്ട് അത് ഒരു ഭാഗത്ത് ഏകീകരിക്കാത്ത തരത്തിലാക്കുകയും പരമാവധി വോട്ടുകൾ കിട്ടുകയും ചെയ്യുക, പരമാവധി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ് വിജയരാഘവൻ സഖാവ്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്.
അദ്ദേഹത്തിന് ഇങ്ങനെ ഈ വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ, വർഗീയതയുടെ പ്രശ്നം ഇതാണ്. വർഗീയത പറയുമ്പോൾ എല്ലാവരും ആരാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേണം പറയാൻ. ആ സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് പറ്റിപ്പോയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം, ഞാനൊരു വയനാട്ടുകാരനാണല്ലോ, അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ അവിടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ്, പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന് ഗഗാറിനെ പോലത്തെ ഒരു പരമ്പരാഗത CPM-കാരനെ ഒരു പഴയ MSF-കാരൻ പിന്നെ മത്സരിച്ച് തോൽപ്പിച്ചപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് വിജയരാഘവൻ പറഞ്ഞത് ശരിയാണ്. വയനാട്ടിൽ CPIM-ലടക്കം എല്ലാ പാർട്ടിയിലും വർഗീയവാദികളാണുള്ളത് എന്ന്. യെസ്, അജൻസി, അവസരത്തിനൊത്തുള്ള ഈ ചുവടുമാറ്റം വർഗീയ നിലപാട് സ്വീകരിക്കുന്നത് CPM-ന് ഗുണം ചെയ്യുമോ? CPM-ന് ഗുണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ചരിത്രമാണ് നാസർ ഖബർ. ശരിയത്ത് വിവാദം ഉണ്ടായിക്കഴിഞ്ഞ് ശരിയത്ത് വിവാദത്തിന് അവസാനം 1987 തെരഞ്ഞെടുപ്പ് സമയത്ത് നയനാർ സർക്കാർ വരികയാണ്. 87 നയനാറിൽ വരുന്നത്. യെസ്, നയനാർ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ RSS സർസംഘചാലക് രാംലീല മൈതാനിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതാണ്. ആ പ്രസംഗത്തിൻ്റെ ഡീറ്റെയിൽസ് 2 വർഷം മുമ്പ് ഇറങ്ങിയ RSS-നെ കുറിച്ചുള്ള RSS ദ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഉണ്ടല്ലോ. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ രാംലീല മൈതാനിലെ പ്രസംഗത്തിൽ ഈ കഴിഞ്ഞ കേരള തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് കേരളത്തിലെ ഹിന്ദു നവോത്ഥാന, ഹിന്ദു അവേക്കനിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് ഹിന്ദു അവേക്കനിങ് ആണെന്ന് RSS-ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഹിന്ദു അവേക്കനിങ് നടന്നത്? ഈ ശരീഅത്ത് വിരുദ്ധ പ്രചാരണം. ആ ശരീഅത്ത് വിരുദ്ധ പ്രചാരണത്തിൻ്റെ ഫലമായി ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് LDF-ന് വോട്ട് ചെയ്തു. അപ്പോൾ ഹിന്ദു അവേക്കനിങ് നടക്കണമെങ്കിൽ എന്ത് വേണം? അപ്പുറത്തൊരാൾ വേണം, അയാളെ ആരെങ്കിലും ആക്രമിക്കണം. ആക്രമിക്കുന്ന വെച്ചാൽ വെർബൽ അറ്റാക്ക്, രാഷ്ട്രീയമായ ആക്രമണം എതിർ ഗ്രൂപ്പിനെതിരെ നടക്കുമ്പോഴാണ് ഇവിടെ ഇത് ഏകീകരിക്കപ്പെടുക എന്നുള്ളതാണ് RSS-ൻ്റെ സിദ്ധാന്തം. അതിപ്പോൾ RSS തന്നെ ആക്രമിക്കുന്നില്ല, ആരെങ്കിലും ആക്രമിച്ചാൽ മതി. അപ്പോൾ എതിർഭാഗത്തിന് ആക്രമണം കേൾക്കുമ്പോൾ ഈ ഭാഗം ഏകീകരിക്കപ്പെടും എന്നുള്ളതാണ് RSS-ൻ്റെ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന് പ്രയോജനം ഉണ്ടായി 87 നയനാർ സർക്കാർ അധികാരത്തിൽ വന്നു. അത് ഹിന്ദു അവേക്കനിങ് ആണെന്ന് RSS സാക്ഷ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ടാകും എന്നുള്ളത് CPM ദീർഘകാലം പയറ്റി തെളിയിച്ച ഒരു തന്ത്രം തന്നെയാണ്. പക്ഷേ അന്ന് ഒരു പ്രശ്നമുണ്ട്. അന്ന് RSS-കാർ LDF-ന് വോട്ട് ചെയ്തു എന്നാണ് ദേവറസ് പറയുന്നത്. ഞങ്ങൾ പോലും അന്ന് LDF-ന് വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയും കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് RSS LDF-ന് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് CPM മാത്രമല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്, ഇത് കോൺഗ്രസും ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഒരുപാട് ഉദാഹരണം നമ്മളിവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക, പൂട്ട് തുറന്നു കൊടുത്ത സംഭവം, അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജീവ് ഗാന്ധി ആദ്യ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ, കോൺഗ്രസ് ഒരിക്കലും നേടാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എങ്ങനെയാണെന്നതിനെക്കുറിച്ചൊക്കെ റാഷിദ് കിദ്വായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് രാജീവ് ഗാന്ധി ഒരു ദൂതനെ നാഗ്പൂരിലേക്ക് അയക്കുന്നു. നാഗ്പൂരിൽ നിന്ന് വോട്ട്, ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് പറയുന്നു. എന്താണ് അതിനുള്ള ഇത്? ഒന്ന്, ഇന്ദിരാഗാന്ധിയെ വധിച്ച സിഖ് വിരുദ്ധ കലാപം. സിഖ് വിരുദ്ധ കലാപം നടന്നു എന്നുള്ളത്, അതായത് സിഖുകാരെ ഒറ്റപ്പെടുത്തി അവരെ ആക്രമിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇന്ദിരാഗാന്ധിയെ കൊന്നത് 2 സിഖുകാരാണ്. അവർക്ക് പേരില്ല. ദിവ്യയ്ക്ക് ഓർമ്മയുണ്ടോ അവരുടെ പേരെന്താണ്? കൊന്നാൽ പേരോർക്കില്ല, കാരണം അവരുടെ സമുദായമേ നമ്മൾ ഓർക്കും. അതേസമയം ഗാന്ധിയെ കൊന്നയാളുടെ പേര് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഏത് സമുദായം നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഇന്ദിരാഗാന്ധിയെ കൊന്നത് സിഖുകാരാണ്, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ്. അപ്പോൾ ഏത് മൈനോറിറ്റിക്കെതിരെയും RSS-ൻ്റെ ഒരു തിയറി, മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെ തന്നെയാണ്. അവരൊറ്റപ്പെടുത്തുക, ആക്രമിക്കുക. ആരാണ് ആക്രമിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുക. അത്ഭുതം എന്ന് പറയട്ടെ, ഈ സിഖ് വിരുദ്ധ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ RSS ഈ സിഖ് വിരുദ്ധ കലാപകാരികളെ പിന്തുണച്ചുകൊണ്ട് ലഘുലേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് സിഖുകാരാണ് വേട്ടയാടപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്താ വെച്ചാൽ, ഈ സമാനമായ റെപ്ലിക്കയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പറയും, അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും സമുദായത്തെ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പറഞ്ഞതിന് എല്ലാ മുസ്ലിങ്ങളും പൊള്ളുന്നതിനാണ്, അത് മുസ്ലിങ്ങളെ പറ്റിയല്ലോ സംസാരിക്കും. ഇതാണ് ഒരു ന്യായീകരണം. ഇത് നാസർക്ക പറഞ്ഞല്ലോ, വർഗീയത എങ്ങനെ പറയണം എന്നറിയില്ല എന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞില്ലേ. വർഗീയത പറയുന്നതിനൊരു രീതിയുണ്ട്. അതായത് പുതിയ കാലത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലത്ത് അത് എല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. ഒരു കമ്മ്യൂണിറ്റിയുടെ പേരെടുത്ത് പറയില്ല, സൂചനകൾ നൽകും. സൂചനകൾ നൽകിയാൽ മതി. ഇപ്പോൾ ഉസ്താദ് ബിരിയാണിയിൽ തുപ്പിയാണ് വിളമ്പുന്നത് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്ഷേപമാണോ? അല്ലല്ല, ഉസ്താദിനെ പറ്റിയല്ലേ പറഞ്ഞത് എന്നാണ് പറയുക. അതിൽ ഹേറ്റ് ക്രൈമിൽ അത് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കേസെടുത്ത് കഴിയുമ്പോൾ കോടതിയിൽ വരുവാണെങ്കിൽ അതെന്താ പറയുക, അത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞതല്ല, ഞാൻ ഒരു വ്യക്തിക്കെതിരെയാണ് പറഞ്ഞത് എന്ന് പറയാം.
അതുപോലെ ചില പേരുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ സുഡുക്കൾ എന്ന വാക്ക് ഉപയോഗിക്കുക, സുഡാപ്പികൾ എന്ന് ഉപയോഗിക്കുക, ജിഹാദികൾ എന്ന് ഉപയോഗിക്കുക. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ആരെ പറ്റിയാണ് പറയുന്നുള്ളത്. നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്താണ് ഇത്? വർഗീയതയല്ല, വിദ്വേഷ പ്രസംഗമല്ല. സെയിം മോഡസ് ഓപ്പറാണ്ടിയാണ് വിജയരാഘവൻ ചെയ്യുന്നത്. വിജയരാഘവൻ ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ശരിക്കും അങ്ങ് പറഞ്ഞുപോയി. ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു കാര്യം. ആ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്കൽ റെട്ടറിക്കിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ഒന്നായിരിക്കും, പക്ഷെ പറയുന്നത് മറ്റൊന്നായിരിക്കും. അറിയാതെ ഈ സബ് കോൺഷ്യസ് മൈൻഡുള്ളത് പുറത്തു വരുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിലാവുക. ഇത് പാർട്ടിക്ക് മനസ്സിലായി വിജയരാഘവൻ സഖാവ് ആത്മാർത്ഥമായി പ്രസംഗിച്ചതാണെന്നും അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ എന്താണുള്ളതെന്ന് അത് പുറത്തു വന്നതാണെന്നും ഇത് പാർട്ടി ലൈൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലൈൻ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഔട്ട് ഓഫ് ഫോക്കസിൽ പ്രവചിച്ചതാണ്. ഇത് സംഭവിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മൾ പ്രവചിച്ച ഒരു കാര്യമാണ്. ഇത് സംഭവിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ഒരു ലൈനായിരിക്കും CPM സ്വീകരിക്കുക. അതിൻ്റെ കാരണം ഇതൊരു പരിഹാരമാണോ? ഇപ്പോൾ നാസർ പറഞ്ഞു ഇതിങ്ങനെ ഇതൊരു പരിഹാര മാർഗമായി പാർട്ടി കാണുമെന്ന് പറഞ്ഞല്ലോ. ഇതൊരു പരിഹാരമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 87 തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ സ്ട്രാറ്റജി 2024-ലും 25-ലും 26-ലും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം അന്ന് അവിടെ 2 പ്ലെയേഴ്സേ ഉള്ളൂ. ഒന്ന് UDF-ഉം LDF-ഉം ഉള്ളൂ. ഇന്ന് 3 പ്ലെയേഴ്സ് ഉണ്ട്. ഈ മൂന്നാമത്തെ പ്ലെയർ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സിറ്റുവേഷനെ കൂടുതൽ ഗൗരവതരമാക്കുന്നത്, CPM-നെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ആറ്റിങ്ങൽ, ആലപ്പുഴ തുടങ്ങിയ 2 മണ്ഡലങ്ങളിൽ CPM-ന്റെ വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് ചോർന്നു പോയി എന്നുള്ളത് സത്യമാണ്, ഫാക്റ്റാണ്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന വാർത്താ സമ്മേളനത്തിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പോയ വോട്ടുകൾ ഏതാണ്? ഇത് ഈഴവ വോട്ടുകളാണ്. അതായത് CPM-ന്റെ ഏറ്റവും ബേസ് വോട്ട് എന്ന് പറയാവുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളാണ്. അപ്പോൾ ഈ വോട്ടുകൾ പിടിച്ചു നിർത്തണമെങ്കിൽ ഇത്തരത്തിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കി. ഈ പോളറൈസേഷന് ഗുണമുണ്ട്, ഗുണമില്ല എന്നല്ല പറയുന്നത്. കാരണം 2007 ലവ് ജിഹാദ് തുടങ്ങിയത് മുതൽ ഈഴവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള റിഫ്റ്റ് ഉണ്ട്. ആ റിഫ്റ്റ് പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് CPM ശ്രമിക്കുന്ന തന്ത്രം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൈവിട്ട കളിയാണ്, ഞാണിമേ കളിയാണ്. അതിൻ്റെ കാരണം മുൻപ് കൊട്ടയിൽ നിന്ന് പോയ കുളത്തിൽ, കുളത്തിൽ നിന്ന് പോയ കൊട്ടയിൽ, ഇതായിരുന്നു സിറ്റുവേഷൻ. ഇന്ന് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ഒരു പ്ലെയർ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വോട്ടുകൾ അങ്ങനെ എളുപ്പത്തിൽ തിരിച്ചു വരില്ല. അങ്ങനെ തിരിച്ചു വരും എന്ന് CPM ആശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പോൾ പെർസെൻറ്റേജ് കുറഞ്ഞു, വോട്ട് കുറഞ്ഞിരുന്നു. അപ്പോൾ അതേസമയം 2016-ൽ BDJS ഉണ്ടാക്കി. BDJS എന്ന് പറഞ്ഞാൽ SNDP-യുടെ കാർമ്മികത്തിൽ NDA-യിലുള്ളൊരു കക്ഷിയാണ്. BDJS ഉണ്ടാക്കി NDA-യിൽ മത്സരിച്ചപ്പോൾ അവർക്ക് വോട്ട് വർദ്ധിച്ചു പലയിടത്തും. തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലെയും CPM-ന്റെ ഉറച്ച വോട്ടുകളിലും കോൺഗ്രസിൻ്റെ ഉറച്ച വോട്ടുകളിലും പലയിടത്തും BDJS വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചു. അവർ 20% ത്രഷോൾഡ് എന്ന് പറയുന്നത് NDA കടന്നത് പലപ്പോഴും ഈ BDJS വോട്ട് കൊണ്ടാണ്. അപ്പോൾ അവിടെ അതിലേക്ക് വോട്ട് ഒഴുകി പോകുന്നത് തീരുമാനിച്ചു. 2021 ആയപ്പോൾ ഇതേ മുന്നണിയുടെ വോട്ട് കുറഞ്ഞു. അപ്പോൾ CPM വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ആ പോയ വോട്ടുകൾ 2016-ൽ പോയ വോട്ടുകൾ 2021-ൽ തിരിച്ചു വന്നതുപോലെ ഇനിയും പോയ വോട്ടുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയ വോട്ടുകൾ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2016-ലെ പോക്കല്ല 2024-ലെ പോക്ക്. അത് മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2016-ൽ പോയത് BDJS എന്നൊരു പാർട്ടിയോടുണ്ടായിരുന്ന ആഭിമുഖ്യം, അതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ആഭിമുഖ്യത്തിൽ പോയ വോട്ടുകളാണ്. പക്ഷേ ഈ 2016-നും 24-നും ഇടയിലുള്ള 8 വർഷം അതിഭീകരമായ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ CPM മാത്രമല്ല, BJP-ആണ്. അതിൻ്റെ കൂടുതൽ ഗുണം കിട്ടുന്നത് BJP-ക്കാണ്. BJP ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ K. സുരേന്ദ്രൻ പറഞ്ഞല്ലോ, CPM-ന്റെ പല വോട്ടർമാരും പല പ്രവർത്തകരും, പഴയകാല പ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. കാരണം ഈ പോകുന്നത് ചിലപ്പോൾ തിരിച്ചു വന്നിരിക്കില്ല. അതുകൊണ്ട് ഈ 2024-ൽ അവസാനത്തിൽ നടന്ന കളി 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്, 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ചാണ്. പക്ഷേ ഇതൊരു എൻ ഗെയിമാണ്, ഒരു കൈവിട്ട കളിയാണ്. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. അത് ആ കാര്യത്തിൽ CPM-ന് നല്ല ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ CPM എന്താണ് പരീക്ഷണമാണ് എന്ന് മാത്രമല്ല, CPM ഒരല്പം കരുതലോടെയും ആശങ്കയോടെയും കൂടിയാണ് ഈ കളി കളിക്കുന്നത്. അതുകൊണ്ടാണ് വിജയരാഘവന്റെ പ്രസംഗത്തിൽ അതങ്ങ് മൈൻഡ് ചെയ്യാണ്ട് വിടുന്നതിന് പകരം ഇത് പാർട്ടി ലൈൻ തന്നെയാണ്, പക്ഷെ ഇങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു വരുന്നത്. കാരണം അതിനെന്തെങ്കിലും ഡാമേജ് കൺട്രോളാണ്. അതൊരു സമുദായത്തെ അല്ല, പകരം ഇവരെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് നിരന്തരം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ ഇതേ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. യെസ്, എന്തായാലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് CPM ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ നരേറ്റീവ് ഉണ്ട്. അതിന്റെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്, അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും. ജമാഅത്തെ ഇസ്ലാമിയെയും ഒപ്പം SDP-യും ഒക്കെ വിമർശിച്ച ലീഗിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുകയും ഒപ്പം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമൊക്കെയാണ് CPM ലക്ഷ്യമിടുന്നത്. അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നുണ്ട്.